ഇസ്രായേലിന്റെ മെർക്കാവ പീരങ്കികളെ കൂടുതലായും ലബനൻ ഓറിയന്റഡ് ഹെസ്ബുള്ള അടുത്തിടെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേർക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ ടാങ്കിനെ കുറിച്ച്, ഈ വാറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവർക്ക് തോന്നുന്ന വലിയൊരു സംശയം, ട്രോഫി അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാങ്ക് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ്. ഇതെങ്ങനെ ഫെയിലായി? സാധാരണ ഇറാൻ മെയ്ഡ് വെപ്പൺസിന് വേൾഡ് ലെവൽ വെപ്പൺ മാർക്കറ്റിൽ വലിയ രീതിയിൽ മാർക്കറ്റ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഇറാൻ നിർമ്മിക്കുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസും അവരുടെ റോക്കറ്റ്സും ഉപയോഗിച്ച് എങ്ങനെയാണ് ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്ക്സിനെ, അതും MK4 സൂപ്പർ ടാങ്ക്സിനെ നശിപ്പിച്ചു എന്ന വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിൽ ഇസ്രായേലിന്റെ സൂപ്പർ മെർക്കാവ ടാങ്ക്സിനെ എങ്ങനെ ഇറാൻ മെയ്ഡ് അൽമാസ് ATG ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നുള്ള വീഡിയോ പബ്ലിഷ് ചെയ്തു. ഈ ഒരു സംഭവങ്ങൾ എങ്ങനെയാണ് തുടർന്ന് നടക്കുന്നത്? ഈ അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം, അതും ട്രോഫി സിസ്റ്റം എവിടെയാണ് ഫെയിൽ ആയത്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ട്രോഫി ആക്റ്റീവ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇത് ഇസ്രായേലിന്റെ റഫേൽ നിർമ്മിച്ച സിസ്റ്റമാണ്. ഇത് ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്ക്സിലും അമേരിക്കയുടെ M1 അബ്രാംസ്, അതുകൂടാതെ ജർമ്മനിയുടെ ലെപ്പേർഡ് 2, ഇങ്ങനെ വെസ്റ്റേൺ കൺട്രീസ് പ്രൊഡ്യൂസ് ചെയ്ത വളരെ അഡ്വാൻസ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഈ എല്ലാ ടാങ്കിലും ഇപ്പോൾ ഉപയോഗത്തിലുള്ള വളരെ ആക്റ്റീവ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയാം. ഇങ്ങനെ പറയാൻ കാരണം, മറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റംസിനും ഇതിനും ഉള്ള ഒരു വലിയ വ്യത്യാസം തന്നെ, മറ്റ് നാടുകളുടെ പ്രൊഡക്ഷൻ സിസ്റ്റം എടുത്താൽ 360 ഡിഗ്രി കവറേജ് റേഡാർ വഴി ആ ടാങ്കിന് നൽകിയാലും അകത്തേക്ക് വരുന്ന പ്രൊജക്ടൈൽസിനെ ഡിഫൻസീവ് മാനറിൽ, അല്ലെങ്കിൽ അകത്തേക്ക് വരുന്ന പ്രൊജക്ടൈൽസിനെ ഡിഫെൻഡ് ചെയ്യുന്ന കപ്പാസിറ്റി എന്നത് 80 to 90% മാത്രമേ ഉള്ളൂ. അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കില്ല എന്ന് പറയാം. എന്നാൽ ഇസ്രായേലിന്റെ ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം എന്നത് ഈ ടാങ്കിനെതിരെ വരുന്ന ത്രെഡ്സിനെ 95% കൂടുതൽ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഇതിനുണ്ട്. വളരെ അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയാം. ഇതിന് ഇസ്രായേൽ അവരുടെ ടാങ്കിൽ ഉപയോഗിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വിജയം കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ എപ്പോഴാണോ ഹെസ്ബുള്ളയും ഹമാസുമായി ഇവർക്കൊരു പ്രശ്നം വന്നത്, അപ്പോൾ മുതൽ ഈ കാര്യങ്ങളെല്ലാം തലകീഴായി മാറി. M1 അബ്രാംസിൽ ഇത് ഉപയോഗിച്ചു, ജർമ്മനിയിലെ ലെപ്പേർഡ് 2 ഇത് ഉപയോഗിച്ചു, ചലഞ്ചർ 2 ഇത് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇങ്ങനെ ലോകം മുഴുവനും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും ഹമാസുമായും ഹെസ്ബുള്ളയുമായും ഈ ഒരു ടാങ്ക് നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ ഇസ്രായേലിന് പ്രതീക്ഷിച്ച അളവിലുള്ള വിജയമൊന്നും ലഭിച്ചില്ല. എന്തുകൊണ്ട് എന്നറിയുന്നതിന് മുൻപ് ഈ ട്രോഫി സിസ്റ്റത്തിന്റെ വർക്കിംഗ് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ എങ്ങനെ ഗൊറില്ല വാർഫെയർ മെത്തേഡ് ഉപയോഗിച്ച് ഹമാസും ഹെസ്ബുള്ളയും ചേർന്ന് ഈ ഒരു ടാങ്കിനെ നശിപ്പിച്ചു എന്നുള്ളതും നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു ട്രോഫി സിസ്റ്റം സാധാരണ വർക്കാകുന്നത് മെർക്കാവ ടാങ്കിന്റെ 4 സൈഡിലും 4 റേഡാർ ഉണ്ടായിരിക്കും. ഇവ ചെയ്യുന്നത് ചുറ്റുമുള്ള എല്ലാ സൈഡിലും 360 ഡിഗ്രി കവറേജ് ഈ ഒരു ടാങ്കിന് നൽകും. അങ്ങനെ നൽകുമ്പോൾ ഒരു പ്രത്യേക ദൂരത്തിൽ നിന്നും ഒരു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസോ അല്ലെങ്കിൽ ഒരു RPG ഫയർ ചെയ്യുകയാണെങ്കിൽ അത് ലോഞ്ച് ചെയ്ത അടുത്ത ചില സെക്കൻഡിൽ ഈ ടാങ്കിലെ ഓൺബോർഡ് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കും. അകത്തേക്ക് വരുന്ന ത്രെഡ് RPG ആണോ അതോ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആണോ, ഇങ്ങനെയുള്ള എല്ലാ വിവരവും അകത്തേക്ക് അയക്കും. ഇതിനുശേഷം അതിലുള്ള ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റവും അകത്തുള്ള കമ്പ്യൂട്ടറും അത് വരുന്ന പാത്തിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ആ പ്രൊജക്ടൈൽ അവിടെ നിന്നും വരുന്നു, അത് ടാങ്കിലാണോ വീഴുന്നത്, അല്ലെങ്കിൽ ടാങ്കിൽ നിന്നും ഒരു സേഫായ ഡിസ്റ്റൻസിലാണോ അതിന്റെ പാത്ത് ഉള്ളത്, ഇങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പക്ഷെ അതിന്റെ പാത്ത് ഈ ടാങ്കിൽ നിന്ന് മാറിയാണുള്ളത്, അതിനുള്ളിൽ നമ്മുടെ ടാങ്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറും എന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരുന്ന ആ ത്രെഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള യാതൊരു കൗണ്ടർ മിഷൻസും അവർ എടുക്കില്ല. എന്നാൽ ഒരു പക്ഷെ ആ പ്രൊജക്ടൈൽ ടാങ്കിലാണ് വന്ന് വീഴുന്നത് എന്നുള്ള പാത്ത് ഗസ് ചെയ്താൽ ഉടൻ തന്നെ ഒരു സേഫസ്റ്റ് ഡിസ്റ്റൻസിൽ അതിനായിട്ടുള്ള എൻഗേജ്മെന്റ് പോയിന്റ് ഈ കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്യും. ഈ ടാങ്ക് ക്രൂ മെമ്പേഴ്സും ആ ടാങ്കിനും യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു സേഫസ്റ്റ് ഡിസ്റ്റൻസിൽ അകത്തേക്ക് വരുന്ന പ്രൊജക്ടൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു എൻഗേജ്മെന്റ് പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ കൗണ്ടർ മെഷീൻ സിസ്റ്റത്തിൽ നിന്ന് ചെറിയ ചെറിയ ഷാർപ്നെസ്സും ചെറിയ ചെറിയ മെറ്റൽ പീസസും ഫയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫയർ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകുന്ന ആ ഒരു ഫോഴ്സിൽ, ഉദാഹരണത്തിന് ഒരു 5-10 മീറ്റർ ദൂരത്തിൽ നിന്നും വരുന്ന ആ ഒരു പ്രൊജക്ടൈലിനെ ചെന്ന് ഇടിക്കുകയും പൊട്ടിത്തെറിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇതാണ് ഈ ട്രോഫി സിസ്റ്റം എന്ന് പറയുന്നത്, ആക്റ്റീവ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇപ്പോൾ ലോകത്തിലുള്ളതിൽ വെച്ച് വളരെ മികച്ച സിസ്റ്റം. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പക്ഷെ അടുത്തിടെ ഇതിനുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ചില സ്ഥലങ്ങളിൽ ഈ ഗൊറില്ല വാർഫെയർ മെത്തേഡ് രീതിയിൽ ഈ ഒരു സിസ്റ്റത്തെ നശിപ്പിച്ചു. അടുത്തിടെ പുറത്തിറങ്ങിയ വീഡിയോ പോലും അതുപോലൊരു വീഡിയോ ആണ്. ഒരു പ്രത്യേക ദൂരത്തിൽ നിന്നും, വളരെ കുറഞ്ഞ ദൂരത്തിൽ നിന്നും അൽമസ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഹെസ്ബുള്ള ഫയർ ചെയ്യുന്നു. അതിന്റെ വീഡിയോയും അവർ പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഫയർ ചെയ്ത ആ ഒരു മിസൈൽ ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്കിനെ നോക്കി പോകുന്നതും ആ ടാങ്കിൽ ചെന്ന് ഇടിച്ച് നശിപ്പിക്കുന്നതും എല്ലാം ആ വീഡിയോയിൽ വ്യക്തമായി കാണിച്ചിരുന്നു. എന്നാൽ ഇതിലെ സിസ്റ്റം എന്തുകൊണ്ട് ഫെയിലായി? അങ്ങനെയാണെങ്കിൽ അൽമാസ് അത്രത്തോളം ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആണോ?
ഇവയെക്കുറിച്ചെല്ലാം തിരയുമ്പോഴാണ് ഈ ട്രോഫി സിസ്റ്റം ഏത് സ്ഥലത്ത് ഫെയിലായി എന്നുള്ളത് മനസ്സിലായത്. ഞാൻ പറഞ്ഞതുപോലെ 360 ഡിഗ്രി കവറേജ് നൽകാൻ സാധിക്കും. അകത്തേക്ക് വരുന്ന ഏതൊരു ത്രെഡിനെ ആയാലും RPG ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ആയാലും അതിനെ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇത് ഹിസ്ബുള്ളയ്ക്കും അറിയാം, ഹമാസിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ട്രോഫി സിസ്റ്റത്തെ ന്യൂട്രലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ കബളിപ്പിച്ചുകൊണ്ട് ആ ടാങ്കിനെ നശിപ്പിക്കണം എന്നുള്ളപ്പോൾ അവർക്കുള്ളത് രണ്ട് വഴിയാണ്. ഒന്നാമത്തേത് വളരെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിലേക്ക് പോകണം. അതായത് ഹമാസിനെ സംബന്ധിച്ച് അവർക്കുള്ള രീതിയിൽ ഇതെങ്ങനെ ചെയ്യാം. ഒരു നഗരത്തിനുള്ളിലേക്ക് ടാങ്ക് കയറുമ്പോൾ അടുത്തെവിടെയെങ്കിലും ഒളിച്ചിരുന്നുകൊണ്ട്, ഉദാഹരണത്തിന് ഒരു മതിലിനപ്പുറം ടാങ്കും ഇപ്പുറത്ത് ഹമാസ് സൈനികരുമാണെങ്കിൽ അവിടെ നിന്ന് ഒരു RPG വെച്ച് ആക്രമിക്കണം. ഈ ട്രോഫി സിസ്റ്റത്തെ കൊണ്ട് ആ ഒരു ത്രെഡിനെ ആ സമയം ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ കാര്യം ബ്ലൈൻഡ് സ്പോട്ട്. എത്ര തന്നെ 360 ഡിഗ്രി കവറേജ് ഈ റേഡാറിനെ കൊണ്ട് നൽകാൻ സാധിച്ചാലും ഒരു മല മുകളിൽ നിന്ന് വളരെ ഉയരം കൂടിയ പ്രദേശത്ത് നിന്ന് ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസിനെ ഫയർ ചെയ്താൽ താഴെ നിൽക്കുന്ന ഈ ടാങ്ക്, അല്ലെങ്കിൽ ഒരു കുഴി പോലുള്ള പ്രദേശത്ത് നിൽക്കുന്ന ഈ ഒരു ടാങ്കിന്, അതും ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഫയർ ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റത്തെ കൊണ്ട് അകത്തേക്ക് വരുന്ന ആ ഒരു ത്രെഡിനെ റേഡാറിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലും വളരെ ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ ആ ത്രെഡിനെ അനലൈസ് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ജോലി ഈ ട്രോഫി സിസ്റ്റത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും കണ്ടുപിടിച്ച് ഈ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് സേഫസ്റ്റ് ഡിസ്റ്റൻസിൽ, ഷോർട്ട് ഡിസ്റ്റൻസിൽ, വളരെ ഉയരം കൂടിയ പ്രദേശത്ത് നിന്നുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഹിസ്ബുള്ള ഇറങ്ങി. അങ്ങനെ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ട്രോഫിയെ യൂസ്ലെസ് ആക്കി മാറ്റി. ലോകത്തിൽ വളരെ മികച്ച അഡ്വാൻസ്ഡ് എന്ന് പറയപ്പെട്ട മെർക്കാവ ടാങ്ക്സിന്റെ ട്രോഫി സിസ്റ്റത്തെ ഇപ്പൊ ഒന്നുമല്ലാതാക്കി എന്ന് പറയാം. പറഞ്ഞു വന്നാൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇതുപോലെ ചില സംഭവങ്ങൾ നടന്നു. തുടക്കത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അർബൻ വാർഫെയറിൽ അകത്തേക്ക് കീവിനെ നോക്കി ഈ ടാങ്ക്സിനെ റഷ്യ അയച്ചപ്പോൾ ഇതുപോലൊരു മെത്തേഡിലാണ് ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസും മറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസും ഉപയോഗിച്ച് റഷ്യയുടെ ടാങ്കിന് വലിയൊരു നാശം ഉക്രൈൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം പറഞ്ഞത് വെസ്റ്റേൺ കൺട്രീസിനെ സംബന്ധിച്ച് അവരുടെ ടാങ്കാണ് ബെസ്റ്റ്, അവരുടെ ടാങ്കിനെ നോക്കുക, M1 അബ്രാംസിനെ നോക്കുക, ചലഞ്ചറെ നോക്കുക, ഇങ്ങനെ എല്ലാ ടാങ്കിന്റെയും ഗുണങ്ങളെക്കുറിച്ച് അവർ വലിയ രീതിയിൽ പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞ എല്ലാ ടാങ്കും ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടു. ബാക്കിയുള്ള മെർക്കാവ ടാങ്ക് ഇപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഹെസ്ബുള്ള യുദ്ധത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു വെപ്പൺ ഉപയോഗിച്ച് ഹമാസ് ആയാലും ഹെസ്ബുള്ളയായാലും ലോകത്തിലെ അതിനവീന ടാങ്കായ മെർക്കാവയെ ഇപ്പൊ പതിയെ വേട്ടയാടുകയാണ്. ഈ ടാങ്കിന്റെ യുദ്ധം എന്നത് ഇതോടുകൂടി അവസാനിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനത്തിൽ വരാം. കാരണം അടുത്തു വരുന്ന യുദ്ധങ്ങളൊന്നും ടാങ്ക് കൊണ്ടുള്ള യുദ്ധമായിരിക്കില്ല, ഡ്രോൺ, അതുകൂടാതെ അടുത്തു വരുന്ന ടെക്നോളജിയും തമ്മിലുള്ള യുദ്ധമായിരിക്കും. ഒരു 20-30 വർഷങ്ങൾക്ക് മുൻപ് നോക്കിയാൽ ഏത് നാടിന്റെ പക്കലാണോ അധിക ടാങ്ക് ഉള്ളത്, അല്ലെങ്കിൽ ഏത് നാടിന്റെ പക്കലാണോ പീരങ്കി പടയുള്ളത്, ആ നാടായിരിക്കും ഒരു യുദ്ധത്തിൽ ജയിക്കുക. ആ നാടായിരിക്കും എത്രയും പെട്ടെന്ന് മറ്റൊരു ശത്രുനാടിനെ ഒക്കുപൈ ചെയ്യുക എന്ന ഒരു വലിയ സത്യമുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ മാറുന്തോറും, ദിവസങ്ങൾ പോകുന്തോറും ഈ ടാങ്കിന്റെ പ്രയോജനം എന്നത്, അല്ലെങ്കിൽ ടാങ്കിന് എതിരെ വരുന്ന ശത്രുക്കളുടെ വെപ്പൺ സിസ്റ്റം എന്നത് അധികമാകുന്തോറും ടാങ്ക് എന്നത് വളരെ ഈസി ടാർഗറ്റായി മാറുന്നു. വില കുറഞ്ഞ ഡ്രോൺസ് ഉപയോഗിച്ച് പോലും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ടാർഗറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരും കാലത്തിൽ എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ഈ ടാങ്കിനെ വിശ്വസിച്ച് യുദ്ധത്തിൽ ഇറങ്ങുന്നവർക്ക് പരാജയം മാത്രമായിരിക്കും സംഭവിക്കുക. ഈ ടാങ്കിനെക്കാട്ടിലും അതിനവീനമായ ടെക്നോളജി ആരുടെ പക്കലാണോ ഉള്ളത്, അല്ലെങ്കിൽ പീരങ്കികൾക്കെതിരെയുള്ള ടെക്നോളജി ആരാണോ നിർമ്മിക്കുന്നത്, അവരായിരിക്കും ആ യുദ്ധത്തിൽ ജയിക്കുക എന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോയി വിടും. അതേ അവസ്ഥയാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും നടക്കുന്നത്. ഇസ്രായേൽ വേഴ്സസ് ഹമാസ് പ്രശ്നത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹെസ്ബുള്ളയെ സംബന്ധിച്ച് വെറൈറ്റി ഓഫ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിക്കുന്നുണ്ട്. പീരങ്കികളെ തടയുന്നതിന് ഒരുപാട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഇറാൻ മെയ്ഡ് വെപ്പൺസും അവരുടെ പക്കലുണ്ട്. കൂടെ തന്നെ കോർനെറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ്, ഇങ്ങനെ റഷ്യൻ മെയ്ഡ് വെപ്പൺസും ഉണ്ട്. ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് കളമിറക്കുമ്പോൾ സത്യത്തിൽ ഒരു യുദ്ധം ഹെസ്ബുള്ളയ്ക്കും ഇസ്രായേൽ മീഡിയയിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ കാലാൾപ്പടയ്ക്കും ഇസ്രായേലിലെ ടാങ്ക് ക്രൂ മെമ്പേഴ്സിനും ഒരു വലിയ പ്രശ്നം, ഒരു വലിയ ആപത്ത് ഹെസ്ബുള്ള കാരണം കാത്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, പ്രധാനമായും സാധാരണ ഇറാൻ മെയ്ഡ് വെപ്പൺസിന്റെ മുൻപിൽ ഈ ട്രോഫി സിസ്റ്റം ഫെയിൽ ആയത് ഹെസ്ബുള്ളയുടെ സ്ട്രാറ്റജി കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ട്രോഫി സിസ്റ്റം വീണ്ടും ഒരുപാട് അപ്ഗ്രേഡ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടോ? ഇല്ല, ഇത് ഹെസ്ബുള്ളയുടെ ടാക്ടിക്സ് കൊണ്ട് മാത്രമാണ് ഫെയിൽ ആയത്. ഇസ്രായേലിലെ സിസ്റ്റംസ് ഇപ്പോഴും ലോകത്തിൽ മികച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.